ഇന്നത്തെ ധ്യാനത്തിനായി നമ്മൾ വായിച്ചത് 147 സങ്കീർത്തനം. ദൈവികമായ കരുതലുകളെയും നടത്തിപ്പുകളെയും ഒക്കെ പ്രസ്താവിക്കുന്ന അനുഗ്രഹീതമായൊരു സങ്കീർത്തന ഭാഗമാണ്. അത് തുടങ്ങുന്നത് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലത് മനോഹരമാണ് എന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടുതലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കടപ്പെട്ടവരാണ്. എല്ലാ നാളും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് കടമയുണ്ട്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യവും അതാണ്. എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനും ദൈവനാമത്തെ ഉയർത്തുക. അത് സ്തോത്രത്തോടെയോ ഗാനങ്ങളോടുകൂടെയോ നമ്മളുടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിലൂടെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവനാമത്തെ ഉയർത്തുക. അത് ദൈവത്തിൻ്റെ വചനം വിവിധ തലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവനാമം ഉയർന്നിരിക്കുക, അതിനെ ഉയർത്തുക നമ്മുടെ കടപ്പാടാണ്. ദേശത്ത് ദൈവനാമത്തെ ഉയർത്തുക അത് സഭയുടെ കടപ്പാടാണ്. വ്യക്തികളായും കുടുംബങ്ങളായും ഒക്കെയുള്ള ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് ദൈവനാമത്തെ ഉയർത്തുക. അത് സ്തുതിസ്തോത്രയാഗങ്ങളാൽ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഇടപെടലുകളിലെല്ലാം ദൈവനാമത്തെ ഉയർത്തുന്നവരായി തീരും. അതുകൊണ്ടാണ് ഒരു സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിമിത്തം നിന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ലജ്ജിതരായി തീരാൻ ഇടവരരുത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവനാമത്തെ ഉയർത്തുവാനുള്ള ഒരു കടമ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്രകാരമുള്ള സ്തുതിസ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്ന ആരാധനകളിലൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത കൊണ്ടും കടമകളും കടപ്പാടുകളുടെയും നിറവേറ്റലുകളുടെ എല്ലാം ഒരു ദൈവപൈതൽ ദൈവനാമത്തെ ഉയർത്തണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മുടെ ആരാധനകളും ദൈവനാമത്തെ ഉയർത്തുന്നതെല്ലാം സഭയുടെ ഭിത്തിക്കകത്ത് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ദൈവപ്രവൃത്തിക്ക് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. സഭയിൽ എത്രമാത്രം ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നു, അതിനേക്കാളും സമൂഹത്തിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ഇവിടെ വായിച്ച സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യം, അതിനുള്ളൊരു ആഹ്വാനം നമുക്ക് തന്നെ, യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ദൈവത്തെ സ്തുതിക്കുന്നത് വളരെ അപ്രോപ്രിയേറ്റായ, വളരെ ശരിയായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുന്നത് അത്ര ശരിയല്ല, അത്ര ഉചിതമായ കാര്യമല്ല. ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് നന്ദി പറയാതിരിക്കുന്നത്, ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാതിരിക്കുന്നത് അത്ര ഉചിതമല്ലാത്തൊരു കാര്യമാണ്. കർത്താവിനെ ഉയർത്തുവാൻ ലഭിക്കപ്പെടുന്ന അവസരങ്ങൾ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 തലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെയാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മളോട് സങ്കീർത്തനക്കാലൻ പറയുന്നത്. ഒന്ന്, സൃഷ്ടിതാവെന്ന നിലയിൽ ദൈവം സകല സൃഷ്ടിയെ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. താൻ സകലരോടും തനിക്ക് കരുണ തോന്നുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. 2, തകർന്നു കിടക്കുന്നവരോട്, വീണ് കിടക്കുന്നവരോട്, ബൈബിൾ ഭാഷയിൽ പറഞ്ഞ അനാഥര്, വിധവന്മാർ, എളിയവർ, ഇങ്ങനെയുള്ളവരോട് ദൈവത്തിനൊരു പ്രത്യേക കൺസേൺ ഉണ്ട്. ദൈവത്തിനൊരു പ്രത്യേക കരുതലുണ്ട്. 3, ആ കരുതലിൻ്റെ ഒന്നും കൂടെ ആഴം, തനിക്കായി വേർതിരിക്കപ്പെട്ട ജനത്തിന് ദൈവത്തിൻ്റെ കരുതലുണ്ട്. ശ്രദ്ധിക്കുക, 1 പൊതുവായൊരു കരുതലാണ്, അത് സൃഷ്ടിതാവെന്ന നിലയിൽ എല്ലാവരെയും ദൈവം കരുതുന്നു. ഈ സംഘത്തിൽ ചില വാക്യങ്ങൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. അതിൻ്റെ ഏറ്റവും നമുക്കറിയാവുന്ന ഒത്തിരി പരിചയമായ വാക്യമാണ് 9 വാക്യം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു സൃഷ്ടിതാവെന്ന നിലയിൽ കരയുന്ന കാക്കയ്ക്കും മൃഗങ്ങൾക്കുമെല്ലാം അതിൻ്റെ ആഹാരം കൊടുക്കത്തക്ക നിലയിൽ
ദൈവം കരുതുന്ന ദൈവമാണ്, വിശ്വസ്തനാണ്, കരുണവാനായ ദൈവമാണ്. ഹല്ലേലൂയ. സുവിശേഷം പറയുന്ന പോലെ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവൻ മഴ പെയ്യിപ്പിക്കുന്ന, സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഒന്നാമത്തെ ഭാഗം, സൃഷ്ടിതാവെന്ന നിലയിൽ ദൈവത്തിനൊരു കൺസേൺ എല്ലാവരോടുമുണ്ട്. പാടിയാലും പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ഇല്ലേലും ഒരു സൃഷ്ടിതാവെന്ന നിലയിൽ ആമേൻ ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട്. ഹല്ലേലൂയ. ആ കരുണ ഒന്നും കൂടെ ആഴമാകുന്നത് ആമേൻ നാം തകർക്കപ്പെട്ടവരാണ്, നാം വേദനിക്കുന്നവരാണ്, നമ്മൾ സങ്കടമുള്ളവരാണ് എന്ന് ദൈവത്തിന് മനസ്സിലായാൽ അങ്ങനെയുള്ളവരോട് പ്രത്യേക ഒരു കരുതൽ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. എളിയവരെ അവൻ ആദരിക്കുന്ന ദൈവമാണ്. അനാഥർക്കും വിധവന്മാർക്ക് വേണ്ടിയും ന്യായപാലനം ചെയ്യുന്ന ഒരു ദൈവമാണ്. ഈ സങ്കീർത്തനവും അത് തന്നെ പറയുന്നു. മൂന്നാമത്തെ വാക്യം, അവൻ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആരൊക്കെ ഹൃദയത്തിൽ തകർന്നവരായിട്ടുണ്ടോ, ആരൊക്കെ ഹൃദയത്തിൽ മുറിവ് ഉള്ളവരായിട്ടുണ്ടോ, അവരെ മുറിവുകളെ കെട്ടുന്ന, സൗഖ്യമാക്കുന്ന ഒരു ദൈവം കൂടെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹൃദയത്തിൽ മുറിവുള്ളവരുണ്ടെങ്കിൽ ലോകത്തിലെ സകല വൈദ്യന്മാരെക്കാളും സകല വ്യക്തികളെക്കാളും ആ മുറിവുകളെ, അതിൻ്റെ ആഴങ്ങളെ അറിഞ്ഞ് നമ്മുടെ മുറിവുകളെ കെട്ടാൻ കഴിയുന്ന, നമ്മുടെ തകർച്ചകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ കാണാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ തകർച്ചകൾ എത്രമാത്രം നിങ്ങൾ തകർന്നിരിക്കുന്നു എന്ന് അറിയാൻ എനിക്ക് കഴിവില്ല. എത്രമാത്രം ഉടയപ്പെട്ട നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഹല്ലേലൂയ, അതറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. തകർച്ചകളെ അറിയുന്ന, ഹൃദയത്തിന് മുറിവുകളെ അറിയുന്ന, ആ മുറിവുകളെ അറിയുക മാത്രമല്ല, ഇന്ന് പലകൾ ആ മുറിവുകളെ കെട്ടുന്ന ചില മാനസിക ഹൃദയവേദനകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അത് വിശ്വസിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. അവൻ മനം തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 34 പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. ഹൃദയം നുറുങ്ങുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരപ്പൻ്റെ കരുതൽ, സ്നേഹം അനുഭവിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് പകൽ അതല്ലേ നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്നത്. അവൻ അതാത് സമയങ്ങളിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ മുറിവുകളെ കെട്ടി, നമ്മുടെ വേദനകളെ പരിഹരിച്ച്, നമ്മുടെ സങ്കടങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി അവൻ ഇന്നലകളിൽ പ്രവർത്തിച്ച ആ എല്ലാ ദൈവീയ കരുതലുകളെ, നടത്തിപ്പുകളെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഒന്ന്, സൃഷ്ടിതാവെന്ന നിലയിൽ എല്ലാവരോടും ദൈവത്തിനൊരു കൺസേൺ ഉണ്ട്. ഒരു സഹതാപം, അല്ലെങ്കിൽ ഒരു മനസ്സലിവ്, ഒരു ദയ, ഒരു കരുണയുണ്ട്. രണ്ടാമത് അതിനകത്ത് തന്നെ തകർന്നവരുണ്ടെങ്കിൽ, അതിനകത്ത് തന്നെ ഹൃദയം ഉടഞ്ഞവരുണ്ടെങ്കിൽ, ഹൃദയത്തിന് മുറിവേറ്റവരുണ്ടെങ്കിൽ, നമ്മൾ അധിവസിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രമൊക്കെ പഠിച്ചാലും അത് എവിടെ തകർക്കപ്പെട്ടിട്ടുണ്ടോ, മുറിവേറ്റിട്ടുണ്ടോ, ദൈവം അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് സഭയ്ക്കകത്ത് മാത്രമല്ല. ഹല്ലേലൂയ. മനുഷ്യരെന്ന നിലയിൽ എവിടെ ആര് അകാരണമായി ചവിട്ടി മെതിക്കപ്പെട്ടിട്ടുണ്ടോ, ദൈവം അവരെ ഉയർത്തിയിട്ടുണ്ട്. ആരെവിടെ മുറിവേറ്റിട്ടുണ്ടോ, ഹല്ലേലൂയ, ആരെവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം നമ്മുടെ ന്യായാധിപതിയായ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. മൂന്നാമത്തെ ഒരു കൺസേൺ, മൂന്നാമത്തെ കാര്യം, അത് അവസാന വാക്യം ഇങ്ങനെ പറയുന്നു. അവസാന 2 വാക്യങ്ങൾ, അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും
അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പിൻ. നോക്കിയേ, മൂന്നാമത്തെ തലം വേറെ ആർക്കും ചെയ്യാതെ, വേറെ ആർക്കും വേണ്ടി ചെയ്യാതെ തൻ്റെ ജനത്തിനു വേണ്ടി മാത്രം ദൈവം പകരുന്ന ചില അനുഗ്രഹങ്ങൾ. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറ. ആമേൻ, ഹല്ലേലൂയ. വേറെ ആർക്കും ചെയ്യാത്ത ആമേൻ ചില ദൈവീക അനുഗ്രഹങ്ങൾ. അതിനെ ഒരു ഉപമയിലൂടെ അല്ലെങ്കിൽ ഒരു ആമേൻ ഉദാഹരണത്തിലൂടെ ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നുണ്ട്. ആമേൻ, അതിനൊരു ഉദാഹരണത്തിലൂടെ ഇവിടെ ആമേൻ അല്ലെങ്കിൽ ഒരു പദപ്രയോഗം, അതാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 13-ാമത്തെ വാക്യം ഒന്നും വായിച്ച് സഹായിക്കണമേ. 13-ാമത്തെ വാക്യം. ആമേൻ. ശ്രദ്ധിച്ചേ, ദൈവം നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യം ഇവിടെ സംഘത്തിനക്കാരൻ ഓർപ്പിക്കുന്നു. അവൻ നിന്റെ വാതിലുകളുടെ ഓടാൻ പറ്റും. അപ്പം ഞാൻ ഈ ഹോള് തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. ഇതിൻ്റെ പുറത്തുള്ള എല്ലാ സൃഷ്ടിയോടും ദൈവത്തിന് കരുണയുണ്ട്. കരയുന്ന കാക്കയ്ക്ക് ദൈവം ആഹാരം കൊടുക്കും, മൃഗങ്ങൾക്ക് ദൈവം ആഹാരം കൊടുത്തോളൂ. ദൈവം അത് കൺസേൺ ഉണ്ട്. ഇനി ഇതിന് പുറത്ത് പറഞ്ഞതുപോലെ വേദനിക്കുന്ന മുറിവേറ്റ ഹൃദയങ്ങളുണ്ടെങ്കിൽ അവരോടും ദൈവത്തിന് കൺസേൺ ഉണ്ട്. പക്ഷേ മൂന്നാമത്തെ ഒരു തലം, ദൈവം നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം. ഹല്ലേലൂയ. ആമേൻ. പുറത്ത് ലഭിക്കപ്പെടാത്ത ചില അനുഗ്രഹങ്ങൾ അകത്തുണ്ട്. വിശ്വസിക്കുന്നവ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. പുറത്ത് ലഭിക്കപ്പെടാത്ത ചില അനുഗ്രഹങ്ങൾ നിന്റെ അതിരിനകത്ത് തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതിന് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. നിന്റെ ഓടാമ്പലുകളെ ദൈവം ഉറപ്പിക്കുകയാണ്. എന്താ? പുറത്ത് സംഭവിക്കുന്ന പലതും നിന്റെ അകത്ത് വരാം. ഹല്ലേലൂയ. പുറത്ത് സംഭവിക്കുന്ന പലതും നിന്റെ ഉള്ളിലേക്ക് കയറാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ, അതിനെ തടഞ്ഞു നിർത്താൻ നിനക്ക് കഴിയാതിരിക്കുമ്പോൾ, നിന്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് ഹല്ലേലൂയ പുറത്തു വെളിപ്പെടാത്ത ചിലതിനെ അകത്ത് തന്ന് സഭയെ നടത്താൻ, കുടുംബങ്ങളെ നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഇന്ന് പകൽ ഓടാമ്പലുകളെ ഉറപ്പിക്കുന്ന ആ ദൈവ പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ട്. ചുടകമനൊക്കെ തന്നെ റബല്ലൊക്കെ തന്നെ ഇന്ന് പകൽ ആത്മാവിൽ ആമേ പറയട്ടെ, ലോകത്തിന് അനുഭവിക്കാൻ കഴിയാത്ത ചിലത്, ലോകത്തിൽ ഹല്ലേലൂയ പകരപ്പെടാത്ത ചിലത്, വേറെ ഒരു ജാതിക്ക് അവൻ ചെയ്യാത്ത ചിലത് തന്റെ ജനത്തിന് വേണ്ടി ആമേൻ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ചിന്ത ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിലേക്ക് കയറുക. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെന്ന് കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ ആശയത്തെ ഒന്ന് പരിപോഷിക്കാൻ ഞാൻ എപ്പോഴും അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം വായിക്കുമെങ്കിലും അതിൻ്റെ ആശയങ്ങൾ, ചിന്തകൾ പുതിയ നിയമമായി കണക്റ്റഡ് ആയിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പുതിയ നിയമത്തിലേക്കൂടെ ഒന്ന് വേഗത്തിൽ വരട്ടെ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം പ്രാരംഭവാക്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാതറിയാം. പറയാൻ പറ്റുമോ? യോഹന്നാൻ 14-ന്റെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു വലിയ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ശിഷ്യന്മാർ ആയിരിക്കുന്നത്. ഒരു വലിയ കൺഫ്യൂഷനിലാണ് അവർ. കർത്താവിനെ പ്രതീക്ഷിച്ച്, കർത്താവിൻ്റെ പിന്നാലെ, കർത്താവിനെ അനുസരിച്ച് അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു സമൂഹം. പെട്ടെന്ന് യേശു അവരിൽ നിന്ന് മാറിപ്പോകുന്നു, അവരെ വിട്ടുപോകുന്നു എന്ന സൂചനകൾ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. കർത്താവ് അവരോട് അത് മുൻകൂട്ടി പറയാൻ തുടങ്ങി. ആ വാക്കുകൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഒരു സംശയങ്ങളുണ്ടാക്കി, ഭാരങ്ങളുണ്ടാക്കി, വേദനകളുണ്ടാക്കി. അവരുടെ ഹൃദയം കലങ്ങുന്നതിന് തുല്യമായി മാറി.
അവിടെ കൺഫ്യൂഷൻസ് നമുക്കവിടെ മനസ്സിലാക്കണമെങ്കിൽ പല കാര്യങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും ഞായറാഴ്ച ആരാധനയാകെ കൊണ്ട് അധികം ദീർഘമാക്കാതെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകട്ടെ. 13-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിൽ പത്രോസ് എന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ നീ എവിടാ പോകുന്നു എന്ന് പറയുമ്പോൾ നീ എങ്ങോട്ടാ പോകുന്നത്? അവർക്ക് ഒരു ഉറപ്പില്ലായിരുന്നു കർത്താവ് എങ്ങോട്ടാ പോകുന്നത്. അതിനെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ. 14-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ഫിലിപ്പോസ് അവനോട്, അങ്ങ് നീ പോവുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതിൻ്റെ 5-ാമത്തെ വാക്യം തോമസ് അവൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറയുന്നു. 14-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നത് എന്ന് ചോദിക്കുക. ശിഷ്യന്മാർ ഒരാളല്ല, അവരെല്ലാവരും ഒരു കൺഫ്യൂസ്ഡ് ആയ സ്റ്റേജിലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അവരായിരുന്നു. പത്രോസ് ചോദിക്കുന്നു, നീ എവിടാ പോകുന്നത്? തോമസ് പറയുന്നു, നീ എങ്ങോട്ടാ പോകുന്നത്? അത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യം ജീവൻ. തോമസ് പറയാ, നീ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്കറിയത്തില്ല, പിന്നെങ്ങനെ വഴി അറിയാകുന്നത്? യൂദ ചോദിക്കുകയാണ്, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്? എങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ കർത്താവേ? ഹല്ലേലൂയ. അവസാനം നമുക്കറിയാം, നമ്മൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചല്ലോ, ഹല്ലേലൂയ. ഫിലിപ്പോസ് വന്ന് പറയുക, കർത്താവേ നീ പോകുന്നൊക്കെ പറഞ്ഞല്ലോ, എന്നൊരു കാര്യം ചെയ്യുക, ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തിത്താ. പിതാവ് ആരാണെന്നൊന്ന് പറ, ആ ദൈവം ആരാണെന്നൊന്ന് പറ, ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്തിയിട്ട് പോ. ഹല്ലേലൂയ. ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ശിഷ്യന്മാർ ഒരു വലിയ സംശയത്തിൻ്റെ, ഹൃദയകലക്കത്തിൻ്റെ, ആകുലതയുടെ, നാളെക്കുറിച്ചുള്ള വിചാരങ്ങളുടെ ഒരു വലിയ അവസ്ഥയിലാണ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, ഒരു ഡിലേമയിലാണ് അവരിപ്പോൾ ആയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. പലതും അവർക്ക് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ കർത്താവ് അവരെ പഠിപ്പിച്ച കാര്യങ്ങളാണ് 14, 15, 16, 17 4 അധ്യായങ്ങളായി ദീർഘമായി കിടക്കുന്ന കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുക. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, അതിനകത്ത് ഞാൻ എൻ്റെ ഭാവനയോട് ചേർത്ത് ഇങ്ങനെ പറയട്ടെ. കർത്താവ് അവരെ പഠിപ്പിച്ചൊരു കാര്യം, ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ പോവുകയാണ്, എന്നാൽ നിങ്ങൾക്കൊരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം ഞാൻ പറയുന്നു, ഈ ഒരു വലിയ ബൗണ്ടറി അവിടെ ഒരു കോളം വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ചർച്ചിൻ്റെ 4 ഭിത്തി പോലെ കർത്താവ് ആമേൻ ശിഷ്യന്മാരെ ആക്കി വെക്കുക. എന്നിട്ട് അവരോട് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ വിട്ട് പോകുക. എന്തുകൊണ്ടായിരിക്കാം ശിഷ്യന്മാർക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടായേ? അതിന് പ്രധാനപ്പെട്ട കാര്യം വിശദീകരിക്കാതെ പറയട്ടെ. ഒന്ന്, അവർക്ക് ജീവിതത്തെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു, ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ജീവിതത്തിൽ സംഭവിക്കപ്പെടാൻ പോകുന്നത് എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അവർ ചിന്തിച്ചതിന് വിരുദ്ധമായ ചിലതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അവിടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ചിലത് മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ അവർ കേട്ട ദൈവശബ്ദങ്ങളുണ്ട്, വചനമുണ്ട്, യേശു കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച പല പാഠങ്ങളുണ്ട്. അത് അവർ വെച്ച് നോക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളുണ്ട്. അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളൊക്കെ അസാധാരണമായ വാഗ്ദത്തം അവിടെ ഇരിക്കുന്ന നമുക്ക് ലഭിച്ചതുപോലെ അവരോടൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾ എന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കും. അങ്ങനെയൊക്കെയുള്ള വചനവും വാഗ്ദത്തവുമാണ് അവർക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ അനാഥരാക്കപ്പെടുന്ന, തകർന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം. ഒന്ന്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്നതുപോലെയൊക്കെ ആയിരിക്കാം എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത് എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന ആ കണക്കുകൂട്ടലുകൾ പരാജയപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട വാക്കുകളോ വചനങ്ങളോ അനുസരിച്ച് പോലും നമ്മൾ
വിചാരിച്ച പലതും അല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഞാൻ കേട്ട ദൈവശബ്ദങ്ങൾ, ഞാൻ കേട്ട ദൈവാലോചനകൾ, എനിക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ, പ്രത്യാശകൾ, ഇതും ഇന്ന് ഞാൻ കടന്നു പോകുന്ന ചില റിയാലിറ്റികളും യാഥാർത്ഥ്യങ്ങളും ഒന്ന് തുലനം ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സ് കലങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഹല്ലേലൂയ ഒരുപക്ഷെ ജീവിതത്തിൽ കേട്ട വാഗ്ദത്തവും ഇന്നത്തെ ചില യാഥാർത്ഥ്യങ്ങളും നമ്മൾ കാണുമ്പോൾ അതിനകത്ത് അല്പ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവർ പലരും ഇതിനകത്തുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. പലപ്പോഴും എൻ്റെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ അങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേറ്റുകളിൽ നിന്നോട് ഇടപെടുന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അതിനകത്തൊരു ദൂതി ഞാൻ പറയാ. വാഗ്ദത്തങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നാം ചിന്തിക്കുന്നതിനേക്കാൾ ആഴമായി നമ്മെ സ്നേഹിച്ച് നമ്മെ വഴി നടത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നോക്കിയേ, അങ്ങനെയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടത് കൊണ്ട്, സ്വപ്നങ്ങൾ നടക്കാതെ പോയത് കൊണ്ട്, വാഗ്ദത്തമെന്നും വചനമെന്നും വിശ്വസിച്ച് ഏറ്റെടുത്ത പലതിനും വിരുദ്ധമായ ചിലത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന ആ സ്വാഭാവിക നിരാശകൾ പോലെ, സംശയങ്ങൾ പോലെ, ഭാരങ്ങൾ പോലെ ഇവിടെ ശിഷ്യന്മാരും അങ്ങനൊരു സ്റ്റേറ്റിലായിരിക്കുകയാണ്, അങ്ങനൊരു സാഹചര്യത്തിൽ, അവസ്ഥയിൽ അവരായിരിക്കുകയാണ്. അവരോട് ദൈവം സംസാരിച്ച വാക്കുകളാണ് 14, 15, 16, 17 അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരോട് കർത്താവ് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകലും വചനത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായത് എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഹൃദയം കലങ്ങരുത്. കർത്താവ് പറയും, എന്നിൽ വിശ്വസിപ്പീൻ, എന്നെ അയച്ച പിതാവിൽ നിങ്ങൾ വിശ്വസിപ്പീൻ, അവിടെ നിങ്ങൾ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനും നിങ്ങളും കലങ്ങുന്ന, ഭാരപ്പെടുന്ന, വേദനിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങൾ എന്നിൽ ഒന്ന് വിശ്വസിപ്പീൻ. എന്നിട്ട് അവരെ പഠിപ്പിക്കുന്ന ഭാഗം, നമ്മുടെ കുറിവാക്യം മറന്നു പോകല്ല, അവൻ നിന്റെ വാതിലുകളെ, ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിന് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം വരച്ച ഒരു വര, അല്ലെങ്കിൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു ബോർഡർ, ദൈവം ഇട്ടിരിക്കുന്ന ഒരു ബൗണ്ടറി, ഹല്ലേലൂയ, അതിനകത്ത് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എത്ര പ്രലോഭനങ്ങൾ പുറത്തുനിന്ന് വന്നാലും, എത്ര പ്രതിസന്ധികൾ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചാലും, നിന്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അവൻ നിന്റെ അകത്ത് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വിശ്വസിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഇനിയും ഞാൻ പറഞ്ഞത് ഭൗതിക വിഷയങ്ങളുടെ ഉദാഹരണങ്ങളാണെങ്കിൽ അതിൻ്റെ ആത്മീയ തലത്തിലേക്ക് ഞാൻ ഒന്ന് കയറി വരട്ടെ. കർത്താവ് വരച്ച ഈ ബൗണ്ടറിക്കകത്തായിരിക്കുന്നവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ഒരു നിയോഗം അല്പം ഒന്ന് ശ്രദ്ധിച്ച് വചനം ഒന്ന് കേൾക്കണമേ. ആമേൻ. അതൊന്നും മനസ്സിലാക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആഴം ഉൾക്കൊള്ളാൻ പറ്റാത്തതാകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച്, കർത്താവ് വരച്ചിരിക്കുന്ന ഈ ബൗണ്ടറിക്കകത്ത് കർത്താവ് വരച്ച ആ ബൗണ്ടറിയിൽ കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലം, ഹല്ലേലൂയ, പെട്ടെന്ന് പറയട്ടെ. അതിൻ്റെ പ്രത്യേകത, അതിനകത്തായിരിക്കുന്നവരോട് കർത്താവിന് പറയാനുള്ളത്. ആമേൻ. 17-ാം അധ്യായത്തിലാണ് അത് കർത്താവ് പറയുന്നത്. 17-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം, അതിന് 11 വന്ന് വായിച്ച്, 17-ന്റെ 14, 11. അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ. ശ്രദ്ധിച്ചേ. അപ്പൊ ഒന്നാമത് ആ ബൗണ്ടറി കർത്താവ് വരയ്ക്കുകയാണ്, ആ ബൗണ്ടറിക്കകത്ത് നമ്മളെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് തന്ന ഒന്നാമത്തെ ടാസ്ക്, ഈ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുക.
ആമേൻ, ആമേൻ. കർത്താവ് ഒരു ബൗണ്ടറി, ഒരു സ്ഥലം ഇങ്ങനെ അതിനകത്ത് വേർതിരിക്കുക, സെപ്പറേറ്റ് ചെയ്ത് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് പറയാണ്, ഇവരെ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റി ഇവർക്ക് ആത്മീയ ജീവിതം നയിക്കാനുള്ള നല്ല കംഫർട്ടായ ഒരു സ്ഥലത്തോട്ട് ഇവരെ ഞാൻ മാറ്റണമെന്നല്ല പ്രാർത്ഥിക്കുക. പോരും പോരാട്ടവും കഷ്ടതയും ഒന്നുമില്ലാത്ത, അല്ലേ, ഒരു പ്രതികൂലവും ഇല്ലാത്ത, ഒരു പ്രതിസന്ധി ഇല്ലാത്ത ഒരു മേഖലയിലേക്ക് മാറ്റുന്നതല്ല ദൈവപ്രവൃത്തി. കർത്താവ് ഒരു വലിയ ടാസ്ക് നമുക്ക് തരികയാണ്, ഒരു വലിയ ദൗത്യം. അതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും ഉണ്ട്, യൗവനക്കാരെ നിങ്ങൾക്കുണ്ട്, മാതാപിതാക്കളെ നിങ്ങൾക്കുണ്ട്. ഈ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പോൾ ആ ബൗണ്ടറിക്കകത്ത് കയറണമെങ്കിൽ, ആ ബൗണ്ടറിക്കകത്തേക്ക് കയറണമെങ്കിൽ ഒറ്റ യോഗ്യതയെ കർത്താവ്, ഈ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുക, ലോകക്കാരല്ലാതെ ജീവിക്കുക. അതിൻ്റെ വേദശാസ്ത്രപരമായൊക്കെ വിളിച്ച് നമ്മൾ വേണം അതിനെ സഭയെന്നൊക്കെ അതിനെ വിളിക്കാം, ഹല്ലേലൂയ. പക്ഷേ ഇന്നത്തെ ആ ചിന്ത അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുക. ഒരുപക്ഷെ ഭക്ഷണമില്ലാതെ വാടിക്കുഴഞ്ഞാൽ കാക്ക കൊണ്ട് ദൈവം നമ്മളെ പോറ്റും. പക്ഷേ ആ ഒരു കരുതലിന് വേണ്ടിയല്ല, വേറെ ഒരു ജാതിക്കും ചെയ്യാത്ത ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവം വിളിച്ചറിയിക്കുന്നത്. വേറെ ആർക്കും. ഇതിന് പുറത്തൊരു ലോകമുണ്ട്, അവിടെ ഒരു കരുതലൊക്കെ ഉണ്ട്, അവിടെ ദൈവമൊക്കെ അറിയുന്ന കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാധാരണ അനുഗ്രഹത്തിന് വേണ്ടി അല്ല എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിറക്കി ഇതിനകത്ത് കൊണ്ടുവന്നത്. അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കാൻ, ചിലതിനെ അനുഭവിക്കാൻ, അവർക്ക് അനുഭവിക്കാൻ കഴിയാത്ത ചില അനുഗ്രഹങ്ങൾ ഇതിനകത്ത് അനുഭവിക്കാനാ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് തരുന്ന ഒന്നാമത്തെ ദൗത്യം, നമുക്ക് തരുന്ന ഒന്നാമത്തെ നിയോഗം, ഈ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുക. അവരുടെ സ്റ്റാൻഡേർഡും അവരുടെ ശൈലിയും അവർ പറയുന്ന വാക്കും അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ മനോഭാവങ്ങളും അവരുടെ തന്ത്രങ്ങളും ഇതൊന്നുമില്ലാതെ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകക്കാരല്ലാതെ, ഹല്ലേലൂയ, അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറയുക, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനം പറയുന്നത്, നിന്റെ വാതിലിൻ്റെ ഓടാമ്പലുകളെ അവൻ ഉറപ്പിച്ചോളും. ഹല്ലേലൂയ. ഇന്ന് പകൽ, ഹല്ലേലൂയ, ലോകക്കാരല്ലാതെ ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ സംരക്ഷണവും നിന്റെ അനുഗ്രഹവും തമ്പുരാന്റെ ഉത്തരവാദിത്തമാ. അവനത് നിവർത്തിക്കും, അവനത് വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കാനുള്ളത്, ഈ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുക. ഒന്നാം സങ്കീർത്തനം നമ്മളോട് പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ദൗത്യം, ഈ ലോകത്തിൽ ലൗകികന്മാരല്ലാതെ ജീവിക്കുക. 16-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 16-20 വേഗത്തിൽ. നോക്കിയേ, ഈ കർത്താവ് വരച്ച ബൗണ്ടറിക്കകത്ത് കർത്താവ് പറയാം, നിങ്ങൾ കരഞ്ഞു വിലപിക്കുക. ലോകമോ, നമ്മൾ പലപ്പോഴും ദൈവത്തെ സേവിക്കും തിരിച്ചൊരു സാഹചര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതിനകത്ത് ഭയങ്കര സന്തോഷവും പുറത്ത് അവർ വേദനിക്കട്ടെ. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, പക്ഷെ വെളിയിൽ അവർ സന്തോഷിക്കും. ഹല്ലേലൂയ. പക്ഷെ അവിടെ കൊണ്ട് കർത്താവ് അവസാനിപ്പിച്ചില്ല. വായിച്ചാട്ടെ, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇന്ന് പകൽ ഒറ്റ നോട്ടത്തിൽ
ഈ കർത്താവ് ഒരുക്കിയ ഈ ബൗണ്ടറിയിലേക്ക്, അല്ലെങ്കിൽ ഈ കർത്താവ് ഒരുക്കിയ ഈ സ്ഥലത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കാണുന്നത് ദുഃഖങ്ങളും വേദനകളും കരച്ചിലുകളും ആയിരിക്കാം. പക്ഷെ കർത്താവ് പറയുന്നില്ല, ആമേൻ, ഹല്ലേലൂയ, ലോകത്തിൻ്റെ ഈ അതിരിൻ്റെ അപ്പുറത്തുള്ള സന്തോഷത്തെ വേണ്ടെന്ന് വെച്ച് നീ ഇതിനകത്തേക്ക് കയറി വന്നപ്പോൾ ചില ദുഃഖങ്ങൾ കണ്ടെന്ന് വരാം, വേദനകൾ ജീവിതത്തിൽ വന്നെന്ന് വരാം. പക്ഷെ അപ്പൻ ഉറപ്പ് പറയുന്നില്ല, നിങ്ങളുടെ ദുഃഖം സന്തോഷമാകുന്നൊരു ദിവസമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതിനകത്തേക്ക് കയറി വന്നപ്പോൾ ചില ഞെരുക്കങ്ങൾ സംഭവിച്ചെന്ന് വരാം, വേദനകൾ സംഭവിച്ചെന്ന് വരാം, പട്ടിണി ഉണ്ടായെന്ന് വരാം. ഇല്ല, എന്നും അങ്ങനെ ആയിരിക്കാൻ എന്റെ കർത്താവ് അനുവദിക്കുകയില്ല. നിന്റെ അതിരിനകത്ത് ദൈവം ചില അനുഗ്രഹങ്ങളെ കൽപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. വിശദീകരിക്കാതെ വേഗത്തിൽ അല്പസമയം മുൻപോട്ട് പോയല്ലോ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. ഹല്ലേലൂയ. ഈ ആമേൻ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രത്യേക സ്റ്റേറ്റിൽ, പ്രത്യേക സാഹചര്യത്തിലായിരിക്കാൻ നമുക്ക് തന്ന നിയോഗം ഞാൻ പറഞ്ഞു, ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുക. ഹല്ലേലൂയ. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വചനം പറയുന്നു, എബ്രായ ലേഖനം 11-ാമത്തെ ഒരു വാക്യമുണ്ട്, ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല. യോഹന്നാൻ സുവിശേഷം 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. 15-18 പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കും. 1 യോഹന്നാൻ പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ മേഖലകളെല്ലാം, അത് ഓരോന്നും പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ ഒന്നിച്ചങ്ങ് പറയുക. ഈ മേഖലയിലെല്ലാം ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം അനുഭവിക്കുന്നവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇന്ന് സഭയുടെ, ഇന്ന് നമ്മുടെ വ്യക്തിപരമായ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ലോകവുമായി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. പണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഒരു കൂട്ടർ ക്രിസ്ത്യാനികളായി മാറിയപ്പോൾ എന്ത് ചെയ്തു? അന്നത്തെ ജാതീയ പശ്ചാത്തലത്തിലുണ്ടായിരുന്ന സകല ആചാരങ്ങളും സകല രീതികളും സകല ശൈലികളും ക്രിസ്തുവൽക്കരിച്ച്, അല്ലെങ്കിൽ ക്രിസ്ത്യനൈസേഷൻ ചെയ്ത് അവരെല്ലാം അത് സഭയ്ക്കകത്ത് കൊണ്ടുവന്നു എന്നതുപോലെ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള പലതും അതേ രൂപത്തിൽ സഭയ്ക്കകത്തേക്ക് കയറി തുടങ്ങുമ്പോൾ, ആത്മീയ ജീവിതത്തിൻ്റെ പാട്ടായതൊക്കെ മാറുമ്പോൾ, ഇന്ന് പകൽ ഞാൻ ലോകത്തിനുള്ളവനല്ല, ഞാൻ സെപ്പറേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ പ്രമാണമനുസരിച്ച് പോകാനല്ല, ലോകത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് ചലിക്കാനല്ല, എൻ്റെ പ്രമാണം വ്യത്യസ്തമാണ്, എൻ്റെ ശൈലി വ്യത്യസ്തമാണ്, എൻ്റെ രീതി വ്യത്യസ്തമാണ്, ഞാൻ ലോകക്കാരനല്ല എന്ന് പറയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ കർത്താവ് എന്നെ അവൻ്റെ ഒരു അതിരിനകത്ത് ലോക്കിയിലേക്കുക. എനിക്ക് ഈ ലോകത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ആ ഒരു ചുണ്ട് നിങ്ങളെ ഭരിക്കട്ടെ. കർത്താവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെ ലോക്ക് ചെയ്തേക്കുക. ഇതിനപ്പുറത്ത് സന്തോഷം ഉണ്ടാകാം, ഇതിനപ്പുറത്ത് പലതും ഉണ്ടാകാം. അവൻ എൻ്റെ ഓടാമ്പുകളെ ഉറപ്പിച്ച് ഈ അതിരിനകത്ത് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരുടെ സന്തോഷം എല്ലാം നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റിയെന്ന് വരികയില്ല. അവർ പോകുന്ന ഇടത്തെല്ലാം നിങ്ങൾക്ക് പോകാൻ പറ്റിയെന്ന് വരികയില്ല. അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരികയില്ല. ഇന്ന് പകൽ തിരിച്ചറിയണം, യേശു അപ്പൻ നിങ്ങളെ ഒരു പ്രത്യേക അവസ്ഥയിൽ ലോക്ക് ചെയ്തേക്കുക. പക്ഷെ ഇന്ന് പകൽ അവർ സന്തോഷിക്കുന്നത് കണ്ട് നീ ഭാരപ്പെടണ്ട. നിന്റെ വാതിലുകളെ, ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അതിരിനകത്ത് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ആ ബൗണ്ടറിക്കകത്ത് എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, എന്റെ ദൈവം നിന്നെ മാനിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. അനുഗ്രഹത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നീ അതിര് വിട്ടു പോകല്ലേ. ആത്മാവിൽ ഞാൻ ഇന്ന് പകൽ സഭയോട് പറയുന്നു, നീ ആയിരിക്കുന്ന ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ആ അതിരിനകത്ത് എന്നെ നിങ്ങളെ അനുഗ്രഹിപ്പാ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. ഞാൻ സാധാരണ സൺഡേ സ്കൂളിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി സമ്മർദ്ദം അനുഭവിക്കുന്നവരാ, അല്ലേ? അവരുടെ കൂട്ടുകാരൊക്കെ അടിച്ചു പൊളിക്കുന്ന,
അമ്മ അവരൊക്കെ പോകുന്ന ശൈലികളും രീതികളും ഹല്ലേലൂയ അമ്മ പലപ്പോഴും ആമേൻ നമ്മുടെ തലമുറകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ഹൃദയപൂർവ്വം പറയട്ടെ, ഈ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കുന്ന ഒരു പ്രത്യേക സ്റ്റേറ്റിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചേക്കുക. ഹല്ലേലൂയ. യേശു അപ്പച്ചനോടുള്ള ബന്ധത്തിനകത്ത് ഞാൻ ലോക്ക്ഡ് ആണെന്ന്, ഞാൻ കമ്മിറ്റഡ് ആണെന്ന്, അതിനകത്ത് ഞാൻ ബോണ്ടഡ് ആണെന്ന് പറയാൻ ഹല്ലേലൂയ മനസ്സുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ഈ ബൗണ്ടറിക്ക് അപ്പുറത്തുള്ള ചില സന്തോഷങ്ങൾ കണ്ട്, ഇവിടെ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾ കണ്ട് ബൗണ്ടറി വിട്ടുപോകല്ലേ. നിന്റെ അതിരിനകത്ത് നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഇങ്ങനെ ഭാഗമെല്ലാം വിടട്ടെ. അവർക്ക് യോഗ്യമല്ലായിരുന്നു, അവരെ പകയ്ക്കുന്നതായിരുന്നു ഹല്ലേലൂയ ലോകം. ഇപ്പം കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വേദനയാണോ? ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഭാരമുണ്ടോ? നിങ്ങളുടെ പ്രതീക്ഷകളും പ്രതികൂലങ്ങളും എതിരായി വരുന്നു എന്നതിനാൽ നിങ്ങൾ കലങ്ങുകയാണോ? കർത്താവ് പറയുന്നൊരു വാക്കെന്നെ വളരെ സന്തോഷിപ്പിച്ചു. കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക സ്റ്റേറ്റിനകത്താക്കിയേക്കുക. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകണേ. ഇതിനകത്തുനിന്ന് ഞാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് വേദനയാണ്. പക്ഷേ ഇതിനകത്ത് എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇതിനകത്ത് ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർത്താൽ, മനസ്സിലാക്കിയാൽ, കർത്താവ് പറയാ, ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. കർത്താവ് ലോകത്തിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി ശിഷ്യന്മാരെ ഒരു കോളത്തിനകത്ത് കൊണ്ട് നിർത്തി. ഇവരിവിടെ നിൽക്കാൻ കാര്യം കർത്താവ് ഉണ്ടെന്നുള്ളതാ, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാ. ഇപ്പൊ അതിനകത്തുനിന്ന് കർത്താവ് പോകുമ്പോൾ ലോകം എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യും, ലോകം എങ്ങനെ ഇവരെ അമ്മാനമാടും, അതാ ഇവരുടെ ഭയം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയാ, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന അനുഗ്രഹങ്ങളും, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സന്തോഷവും, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദൈവസാന്നിധ്യവും, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളും, ഞാൻ ഉയരത്തിലേക്ക് കയറുന്നത് കൊണ്ട് നിങ്ങളുടെ മേൽ വീഴുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓർത്താൽ, ഞാൻ പോകുന്നതിനകത്ത് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാം യേശുവിലാ. പോകുന്നതും വരുന്നതും കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം യേശു കാരണമാ. പക്ഷെ കർത്താവ് പോയെന്ന് കേൾക്കുമ്പോൾ ചങ്ക് പൊടിച്ച് നിൽക്കുന്ന ശിഷ്യന്മാർ പറയാ, ഞാൻ പോകുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഗ്രഹിച്ചാൽ, ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ വാക്യം 14:28 14:28 കിടപ്പുണ്ട്, അതുകൊണ്ട് വായിച്ചോ. കർത്താവ് അങ്ങനെ പറഞ്ഞോ? നിങ്ങൾക്ക് സംശയം നിങ്ങളുടെ മോഹം കാണുമ്പോൾ. കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, യേശുവിനെ നോക്കി ഇറങ്ങി തിരിച്ചേ. യേശുവിലായിരുന്നു പ്രതീക്ഷ, യേശുവാണ് വാഗ്ദത്തങ്ങൾ കൊടുത്തത്. ആമേൻ. ഇന്ന് യേശു അവരോട് പറയുക, ഞാനില്ലാത്തൊരു ജീവിതം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോവുക. അക്ഷരികമായി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലാത്തൊരു ജീവിതം, അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആ ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ചില ആത്മീയ കാര്യങ്ങളൊന്ന് അറിയണം. നിങ്ങൾ ആത്മാവിൽ ചിലത് കാണണം, നിങ്ങൾ ആത്മാവിൽ ചിലത് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്താണ് യേശു പോയത് കൊണ്ട് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ? എന്താണ് കർത്താവ് അവർക്ക് ഒരുക്കി കൊടുത്ത സ്റ്റേജ്? ആമേൻ, ആമേൻ. ഇപ്പോൾ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയമായി. എങ്കിൽ അല്പസമയം ഒന്ന് വേഗത്തിൽ നിന്ന് വരണേ, വാക്യങ്ങൾ വായിച്ചിട്ട് ആമേൻ ഞാൻ അവസാനിപ്പിക്കുക. 14-18 7 കാര്യമുണ്ട്. എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിയിടുക. എപ്പോഴേലും പ്രസംഗിക്കും. ആ ആ ആ ശ്രദ്ധിച്ചേ,
അടുത്തൊരു സ്റ്റേജ് വരാൻ പോവുക. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഇപ്പം നിങ്ങൾക്കും കാണാം, ഈ അപ്പുറത്ത് കിടക്കുന്ന ലോകത്തിനും കാണാം. ഞാൻ ഇവിടുന്ന് പോവുക. ഈ പോകുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇനി ലോകത്തിന്, ഈ ബൗണ്ടറിക്ക് വെളിയിൽ കിടക്കുന്നവർക്ക് ഇനി എന്നെ കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാം. ഇന്ന് പകൽ ഈ ആരാധന ആലയത്തിൽ വന്ന ആ മുഖം കണ്ട് എത്ര പേരുണ്ട്? ആ രൂപം ഹൃദയത്തിനകത്ത്. ദൈവമക്കളെ, ഇതിന് പുറത്തുള്ള ആർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അതേ തലത്തിലാണോ ഞാനും നിങ്ങൾ നിൽക്കുന്നത്? അതേ ഒരു സാഹചര്യത്തിലാണോ ഞാനും നിങ്ങൾ നിൽക്കുന്നത്? എന്നാൽ കർത്താവ് പറയും, ഇതിന് പുറത്തുള്ളവർക്ക് എന്നെ കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കണ്ടുകൊണ്ടേയിരിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇതുവരെ നഗ്നനേത്രം കൊണ്ട് നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ തലം മാറുക. ആ തലം മാറി ആത്മകണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരാത്മതലത്തിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാൻ പോകുന്നത്. കാഴ്ചയാൽ അല്ല, വിശ്വാസത്താൽ ആളുക. ബാഹ്യമായത് കണ്ടല്ല, ലോകപരമായി കണ്ടല്ല, ഇന്ന് പകൽ ആത്മാവിൽ യേശുവിനെ കാണാൻ. ശബബബ കബല ബദല ബദന റമന ബൗദബല ഹച്ചുനിക മനബദന ചുടമന ബദന വധുനിക മനബദന ഗദന റബകല. ഇന്ന് പകൽ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഇവിടെ ഒന്നുമില്ല, ഒരു രൂപമില്ല, ഒരു ഫോട്ടോ ഇല്ല, ഒരു വിഗ്രഹം ഇല്ല, ഒരു ത്രോണോസ് ഇല്ല, ഒരു പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആത്മാവിൽ കാണുന്ന ചിലർക്കറിയാം, അഗ്നിജാലക്കത്ത കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നിലയങ്കി ധരിച്ചവനായി ഒരു യേശുവിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. Rabba Shata Laba Laka Rama Hatana Baba Shada. അപ്പൊ അങ്ങനെങ്കിൽ സാഹചര്യം മാറുന്നതാ. കർത്താവ് ആമേ എന്താ സിസ്റ്റത്തെ ദൈവം മാറ്റുക. ഇന്ന് വരെ പത്രോസേ, യാക്കോബേ, യോഹന്നാനേ, നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്നെ കണ്ടെങ്കിൽ ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങളൊരു ആത്മവെളിപ്പാടിലേക്ക് കയറുക, നിങ്ങളൊരു ആത്മതലത്തിലേക്ക് കയറുക. മാനുഷികമായ കാഴ്ചകൾ അവസാനിക്കുക, മാനുഷികമായ യേശുവിനെ കാണുന്നത് അവസാനിക്കുകയാ, ആത്മാവിൽ യേശുവിനെ കാണുകയാ. എത്ര പേർ ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നു? എന്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ, ഒരു വാക്കിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ഇത് എന്താണ് നിങ്ങൾക്ക് പലപ്പോഴും അറിയത്തില്ല. ആമേൻ, എന്താ വ്യത്യാസമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പലരും ചോദിക്കുമ്പോൾ നിങ്ങളുടെ വാക്ക് മുട്ടിപ്പോകുക. എന്നാൽ ഇന്ന് പകൽ പറഞ്ഞേ, എന്റെ യേശു അപ്പച്ചനെ ആത്മാവിൽ കാണാനുള്ളൊരു കൃപ. ഞാൻ ആരെയാ സേവിക്കുന്നത്? ഞാൻ ആരെയാ സ്നേഹിക്കുന്നത്? അപ്പോൾ ഈ അതിരിനകത്തെ പ്രത്യേകത, ഇത് മാനുഷികമായ കാഴ്ച കൊണ്ടല്ല, ഇത് മാനുഷികമായ ചിന്താഗതിക്കകത്തല്ല. ഇവിടെ ആത്മാവിൽ കാണുന്ന ഒരു സാന്നിധ്യം, ആത്മാവിൽ കൂടെ നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾ നിന്റെ രോഗത്തില്, നിന്റെ വേദനകളില്, നിന്റെ കഷ്ടതകളില് ലോകം നോക്കുമ്പോൾ നിന്റെ കൂടെ ആരുമില്ല. പക്ഷെ നിനക്കറിയാം, നിന്റെ ആരുമനാഥന്റെ കൂടെയുണ്ട്. ഈ അതിരിനകത്ത് വന്ന് നിൽക്കുന്നവർക്കാണ് ഞാൻ സ്തോത്രം പറയുക. ലോകത്തിൽ ലോകക്കാർ അല്ലാതെ ജീവിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം പറയുക. നീ ലോകത്തിൽ ലോകക്കാരനല്ലാതെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ കൂടെ വെളിപ്പെടുന്ന ഒരു സാന്നിധ്യം, കൂടെ വെളിപ്പെടുന്ന ഒരു സാന്നിധ്യം, അതാ ദൈവമേ എന്നെ വ്യത്യസ്തരാക്കുന്നത്, അതാ നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. പുറമെയുള്ള കഴിവോ വിദ്യാഭ്യാസമോ മിടുക്കോ ശ്രേഷ്ഠതയല്ല, നിന്റെ കൂടെ നിൽക്കുന്ന ഒരു യേശുപ്പനുണ്ട്. കർത്താവ് സെപ്പറേറ്റ് നിർത്തിയ ഈ അതിരിനകത്തെ പ്രത്യേകത, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകത്തിന് എന്നെ കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ സെപ്പറേറ്റ് നിർത്തിയിരിക്കുന്ന നിങ്ങൾക്കോ, നിങ്ങൾക്ക് എന്നെ കാണാം, നിങ്ങൾക്ക് എന്നെ ആസ്വദിക്കാം, നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല.
ഇന്ന് പല ദൈവ സാന്നിധ്യം ചില ഉള്ളങ്ങളിലേക്ക് കൈമാറട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ ആ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളങ്ങളിലേക്ക്, ഞങ്ങളുടെ യൗവനക്കാരുടെ ഉള്ളങ്ങളിലേക്ക്, ഞങ്ങളുടെ മാതാപിതാക്കളെ ഉള്ളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങൊന്ന് പകരണമേ. ആമേൻ. രണ്ടാമത്തെ അനുഗ്രഹം അറിയാവുന്ന വാക്യങ്ങളാ. അല്ല, 14 അധ്യായം 27 വാക്യം, 14:27. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഓ, ഇതിനകത്തുള്ളൊരു പ്രത്യേകത, പുറത്ത് ലഭിക്കപ്പെടാത്ത ഒരു സമാധാനം ഇതിനകത്തുണ്ട്. 2 ആഴ്ച മുമ്പ് വായിച്ച സങ്കീർത്തനം പറഞ്ഞതുപോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികമായൊരു സന്തോഷം, അധികമായൊരു സമാധാനം. കാരണം അറിയാവോ, ഇത് ഹല്ലേലൂയ എന്തെങ്കിലും കഴിച്ച് ലെക്ക് കേടുന്നതുകൊണ്ട് ലഭിക്കപ്പെടുന്ന സമാധാനം അല്ല. ആമേൻ. എന്തെങ്കിലും കണ്ടോണ്ട് ദുഃഖങ്ങളെ മറക്കുന്നതല്ല. ഇത് ക്രൂശിൽ അർദ്ധപ്രാണനായി കിടക്കുമ്പോൾ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തകർക്കപ്പെട്ടപ്പോൾ, കർത്താവേ ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ സമാധാനം. ആമേൻ. ഈ ബൗണ്ടറിക്ക് അപ്പുറത്തെ സമാധാനത്തിന്റെ പ്രത്യേകത എന്താ അറിയാവോ? ദുഃഖങ്ങളെയും കഷ്ടതകളെയും മറക്കണം. അതിന് ചിലർ പോയി പലതും സേവിക്കും. സേവിക്കുന്ന വ്യക്തികളെക്കുറിച്ച് വചനം പറഞ്ഞു, മദ്യപാന ദൈവരാജ്യം. പിന്നെ ചിലർ തിരികി എന്തിനാ? ദുഃഖങ്ങൾ മറക്കാൻ, ദുഃഖം മറക്കാൻ. ചിലർ പിന്നെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം. TV ഓഫ് ചെയ്താൽ ദുഃഖമാണ് അല്ലേ? ഇങ്ങനെ കൃത്രിമമാ. അത് യാഥാർത്ഥ്യമല്ല കേട്ടോ, അതൊന്നും യാഥാർത്ഥ്യമല്ല. ഈ കെട്ട് മാറുമ്പം പിന്നെയും ദുഃഖമാണ്. പക്ഷെ ഈ അതിനകത്തൊരു പ്രത്യേകത എന്നറിയോ? ആമേൻ. അല്ലെ, 3 ഇഞ്ച് നീളമുള്ള കൂർത്ത കാരിരുമ്പ് കയ്യെ തുളച്ച് കയറുമ്പോൾ ആ വേദന മറക്കാൻ എന്തെങ്കിലും കഴിച്ചത് കൊണ്ടല്ല, ആ വേദന അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സമാധാനം. സമാധാനം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരിക. വേദനകൾ, യാഥാർത്ഥ്യങ്ങൾ, സങ്കടങ്ങൾ, ഇന്ന് പകൽ ഹൃദയത്തെ കുത്തിക്കേറുന്ന ആ മുള്ളുപോലുള്ള വേദനകൾ ഉള്ളപ്പോൾ നിന്നെ കവർ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സമാധാനം. അതാ ഈ അതിരിനകത്തുള്ളത്. ലോകത്തിലെ സിസ്റ്റം അല്ല കേട്ടോ ഇതിനകത്ത് വ്യാപരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും മാറുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ല, എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുമ്പോൾ ലഭിക്കപ്പെടുന്ന ഒരു സമാധാനം അല്ല. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. പക്ഷെ ആദിനമാത്യത്തിൽ ദൈവം അനുഭവിക്കുന്ന സമാധാനം ഇന്ന് പകൽ ആ സമാധാനത്തെ കെടുത്തിക്കളയാ. ലോകത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാൽ അപ്പൻ പറയുന്നു, നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഞാൻ ഉറപ്പിച്ച് നിന്റെ അകത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഇനിയുള്ള 5 കാര്യം ഞാൻ പറഞ്ഞങ്ങ് വിടാം. 16:24 വേഗത്തിൽ വായിച്ചു. 16:24. ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമുണ്ട്. ഞാൻ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ ലോകക്കാരല്ലാതെ, ഇന്ന് പകൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികന്മാരല്ലാതെ ജീവിക്കാൻ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയും, ഇതിനകത്ത് നിൽക്കുന്നവനൊരു അധികാരമുണ്ട്. ഹല്ലേലൂയ. അവൻ ചെയ്തിലും അധികം ചെയ്യാൻ ഇതിനകത്തൊരു അധികാരമുണ്ട്.
വിശ്വസിക്കുന്നവെങ്കിൽ ഹല്ലേലൂയ ഈ പകൽ സ്തോത്രം ചെയ്യുക. കർത്താവ് പറയുക, കടുകുമണിയോളം ആ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്നൊന്ന് പറഞ്ഞത്, ഹല്ലേലൂയ, ചുമ്മാതെ ഒരുത്തം വന്ന് പറഞ്ഞതല്ല. ആ മലയെ സൃഷ്ടിച്ചവൻ, ആ മലയെ അവിടെ സ്ഥാപിച്ചവൻ പറയുക, നീ എൻ്റെ പൈതൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ മല അവിടുന്ന് ഇളകിപ്പോകും. ഹല്ലേലൂയ. ഇത് പകൽ അവൻ കാര്യം അറിയാതല്ല കർത്താവ് ദൂത് പറഞ്ഞത്, ആ മലയെ സൃഷ്ടിച്ചവൻ അറിയാ. ഹല്ലേലൂയ. വചനത്തിന് മുമ്പിൽ ഇളകിപ്പോകാത്തത് ഒന്നുമില്ല. ഇന്ന് പകൽ ഈ അതിരിൻ്റെ അകത്ത് ഒരു അധികാരമുണ്ട്, ഒരു അധികാരമുണ്ട്, അധികാരമുണ്ട്. വേഗത്തിൽ വായിക്കാം. 16:22. ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം സന്തോഷം. 15:11 വേഗത്തിൽ വായിക്കണം. 15:11 കിട്ടുന്നവരങ്ങ് വായിച്ചു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കാനും. സന്തോഷത്തിനൊരു പൂർത്തീകരണം ഇതിനകത്തുണ്ട്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. 17:13 വേഗത്തിൽ വായിച്ചു. 17:13 എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ. സെപ്പറേറ്റ് നിർത്തിയിരിക്കുന്ന സമൂഹത്തെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് യേശുവൊപ്പം പ്രാർത്ഥിക്കുക. എൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകണം. സന്തോഷത്തോടെ ആ വചനത്തിനാണ് സ്തോത്രം പറഞ്ഞേ. അമ്മ വല്ലപ്പോഴും അനുഭവിക്കുന്ന ഒരു അല്പം അല്ലെന്ന് യേശുവപ്പൻ പിതാവിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ ഒരു പൂർണ്ണതയിലേക്ക് കയറി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ഇപ്പോഴത്തെ ദുഃഖമോർത്ത്, ഇപ്പോഴത്തെ കഷ്ടതയോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഈ വചനം ഒന്ന് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിൽ പൂർണ്ണമാകും, എൻ്റെ ഉള്ളിൽ പൂർണ്ണമാകും. ആമേ, പൂർണ്ണതയുള്ള ഒരു സന്തോഷം. ഹല്ലേലൂയ. ഈ അതിരിനകത്തുണ്ട് കേട്ടോ, ഈ അതിരിനകത്തുണ്ട് ഇന്ന്. അതുകൊണ്ട് ലോകത്തിന്റെ സന്തോഷത്തിന്റെ പുറകെ ഓടാതെ അപ്പന്റെ സന്തോഷം നമ്മുടെ ഉള്ളിലാകാൻ ഇന്ന് പകലേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിൽ ഇന്ന് 3 കാര്യം പറയുന്നുണ്ട്. ഇന്ന് പറഞ്ഞങ്ങ് വിടാം. എൻ്റെ നാമം ഞാൻ ഇവർക്ക് നൽകിയിരിക്കുന്നു. 17-ാം അധ്യായത്തിലാണ് 3 കാര്യം. എൻ്റെ നാമം. ഇതിനകത്ത് നിൽക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഉപയോഗിക്കാനൊരു നാമമുണ്ട്, അല്ലേ? അറിയാവുന്ന കാര്യം നമുക്കറിയാം. ആമേൻ. യോഹന്നാനും പത്രോസും കൂടെ ഹല്ലേലൂയ ആമേൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്, വെള്ളിയോ പൊന്നോ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു കാര്യം ഞങ്ങൾ അങ്ങോട്ട് തരിക. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഈ സിസ്റ്റത്തിനകത്തൊരു പ്രത്യേകത, ഇവിടെ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും കാശ് കൊണ്ടും ഡോളർ കൊണ്ടൊന്നും അല്ല. ഇവിടെ പ്രവൃത്തി നടക്കുന്നത് ആരുടെയും കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടല്ല. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കും, യേശുവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തി നടക്കും. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഉച്ചരിക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറും. അതാണ് ഈ അതിരിനകത്തെ മറ്റൊരു പ്രത്യേകത. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 17 പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു. അമ്മേ, നീ എനിക്ക് തന്നിട്ടുള്ളൊരു മഹത്വം. ഞാൻ അതിനെക്കുറിച്ച് ബുധനാഴ്ച വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിയിലാണോ എന്ന് തോന്നുന്നു പറഞ്ഞായിരുന്നു. ആ ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം ദൈവം നമുക്ക് തരുന്നു. ആ 17-ാം അധ്യായം തന്നെ ഇങ്ങനെ പറഞ്ഞു, വേഗത്തിൽ നിർത്തേണ്ടതുകൊണ്ട് പറഞ്ഞു വിടും. 17-ാം അധ്യായം തന്നെ പറയുന്നു, നീ അമ്മേ തന്നിട്ടുള്ള വചനം ഞാൻ അവർക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ. 3 കാര്യം 17-ാം അധ്യായത്തിൽ പറയുന്നു. നീ തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം അതുപോലെ നമുക്കൂടെ അനുഭവിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ബുധനാഴ്ച ഞാൻ തോന്നല്ലോ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം എല്ലാം തരും, വേറെ ഒന്നും തരത്തില്ല. ഏതാ? മഹത്വം. തൻ്റെ മഹത്വം വേറെ ആർക്കും. അതാ പഴയ നിയമത്തിൽ വായിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തെ വിശ്വാസികളോട് ദൈവമാക്കിയ അതിരിനകത്ത് നിൽക്കുന്നവരോട് പറയുക, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം കൂടെ ഇനി തമ്പുരാൻ എന്താ തരാനുള്ളത്? ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പറയുക, എല്ലാം വിട്ടുകൊടുക്കും. ആമേ, സമ്പത്ത് കൊടുക്കാം, ആമേ, അനുഗ്രഹം വേണോ കൊടുക്കാം, പക്ഷേ തൻ്റെ മഹത്വം വേട്ടെ ആർക്കും. പക്ഷേ ആ മഹത്വം കൂടെ ഞാനും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ മനസ്സുള്ള ആ ദൈവത്തിൻ്റെ ആ ഹല്ലേലൂയ കരുണയ്ക്കായി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. ഈ അതിരിനകത്ത് നിൽക്കുന്ന നിനക്ക് നിന്റെ മഹത്വമല്ല, നിന്നുമായി ഷെയർ ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ്
ലേഖനങ്ങളെല്ലാം പറയുന്നത് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളെല്ലാ നിറവോളം നിറഞ്ഞു വരണം. ഹല്ലേലൂയ. 7 അനുഗ്രഹങ്ങൾ: സാന്നിധ്യം, സമാധാനം, അധികാരം, സന്തോഷം, നാമം, മഹത്വം, വചനം. ഈ 7 കാര്യങ്ങളാ എന്നെ നിങ്ങളെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി നിർത്തുന്നേ. ഈ പകൽ 7 കാര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമായി നിൽക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഈ 3 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അത് കർത്താവ് പറഞ്ഞൊരു 3 കാര്യം വാക്കായി മാത്രം പറഞ്ഞ വാക്കിൽ ചുരുക്കുന്നു. ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞ 3 കാര്യം: എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. എന്നെ പിരിഞ്ഞ്, ഈ അതിരിനകത്തെ പ്രത്യേകത, ഇവിടെ സകലവും ക്രൈസ്റ്റ് സെൻട്രേഡാ. നടുന്നവനോ നനയ്ക്കുന്നവനോ ഒന്നുമില്ല, വളരുമാറാക്കുന്ന തമ്പുരാൻ മാത്രം. എന്നെ പിരിഞ്ഞൊന്നുമില്ല കേട്ടോ. ഇന്ന് പകൽ ഈ അതിരിനകത്ത് നിൽക്കുന്നെങ്കിൽ ഒരു കാര്യം, നമ്മൾ നിൽക്കുന്നത് കൃപയാലാ. ആ കൊമ്പിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം പറയാം. ഹല്ലേലൂയ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. രണ്ടാമത് കഥ പറഞ്ഞ വാക്ക് മുമ്പേ നമ്മൾ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. എന്താ പ്രയോജനം? ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഹല്ലേലൂയ. അത്രയും പറഞ്ഞങ്ങ് വിടട്ടെ. മൂന്നാമത്തെ കാര്യം വാക്കുകൂടെ പറഞ്ഞ് ആ വാക്കുകൾ ചുരുക്കുന്നു. 14-ാം അധ്യായം പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇതിനകത്ത് കയറി വന്നവരിക്കുന്നവരോട്, ഈ അതിരിനകത്ത് നിൽക്കുന്നവരോട് കർത്താവ് പറയാ, നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ജീവിക്കാൻ കാരണം ഞാൻ ജീവിക്കുന്നതാ. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ജീവിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. കേട്ട വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവൻ സൃഷ്ടി എന്ന നിലയിൽ എല്ലാവരോടും കരുണ തോന്നുന്ന ദൈവമാ. പക്ഷേ ഇന്ന് പകലിൽ കരയുന്ന കാക്കക്കുഞ്ഞിനും മൃഗങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന ഒരു സൃഷ്ടിതാവാ. അടുത്ത തലങ്ങളിലേക്ക് ദൈവം ഇറങ്ങുമ്പോൾ ആമേൻ കരയുന്ന എല്ലാവരോടും, വേദനിക്കുന്ന എല്ലാവരോടും, മുറിവേറ്റ എല്ലാവരോടും മനസ്സറിയുന്ന ദൈവമാ. എന്നാൽ മൂന്നാമത്തെ തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ പറയുന്നു, വേറൊരു ജാതിക്കും അങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ വാതിലിൻ്റെ ഓടാമ്പുകളെ ഉറപ്പിച്ച് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി വേറെ ഒന്ന് നിന്നിലേക്ക് വരാനോ നിന്നിലുള്ള ഒന്ന് പുറത്തോട്ട് പോകാനോ അനുവദിക്കാതെ ആ വാതിലിനെ അടച്ച് നിന്നെ ഒരു അതിരിനകത്ത് നിർത്തി ആമേൻ നിന്റെ അകത്ത് നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ആ ദൈവം ഞങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്പേസിനകത്ത് ഞാൻ എൻ്റെ കർത്താവുമായി കണക്റ്റഡ് ആണ്. കർത്താവ് അപ്പച്ചനുമായി ഞാൻ കണക്റ്റഡ് ആണ്. അവനെ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ചറിഞ്ഞെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആ സങ്കീർത്തനത്തിൻ്റെ അടുത്ത വാക്യങ്ങളുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. അതിന് പറയുന്നു, അങ്ങനെയുള്ളവർക്ക് ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് അതിന് പുറത്ത് ലഭിക്കപ്പെടുന്ന സാധാരണമായതല്ല, അസാധാരണമായ ചില കരുതലുകൾ, വിശേഷമായ ഗോതമ്പ് കൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തുമാ. രാമൻ ഇന്ന് പകൽ വിശ്വസ്തനായ ദൈവമാ. ഇന്ന് പകൽ കർത്താവിനോട് പറഞ്ഞു, ഞാൻ സെപ്പറേറ്റഡ് ആപ്പാ, ഞാൻ സെപ്പറേറ്റഡാ, ഞാൻ വേർതിരിയപ്പെട്ടവനാ. ഞാൻ ഈ ലോകത്തിൽ ലോകക്കാരനായി ജീവിക്കാൻ വിളിച്ചവനല്ല, ഈ ലോകത്തിൽ ലൗകികനല്ലാതെ ജീവിക്കാൻ. ഇന്ന് പകലിൽ എവിടെയെങ്കിലും ലോകത്തിലേക്കുള്ള ഇറങ്ങിപ്പോക്കുകൾ ഉണ്ടെങ്കിൽ, ലോകത്തിലേക്കുള്ള ഇറങ്ങിപ്പോക്കലുകളോ ലോകത്തിന് എന്തെങ്കിലും നമ്മുടെ ഉള്ളിലോട്ടോ കയറി വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നവ ദൈവത്തോട് പറഞ്ഞ്, നീ എൻ്റെ വാതിലുകളെ ഓടാമ്പലുകളെ ഉറപ്പിക്കണം. പോരാട്ടങ്ങൾ വെളിയിലുണ്ട്. അലർന്ന സിംഹം പോലെ വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്നവരുണ്ട്. ലോകത്തിലേക്ക് മാടി വിളിക്കുന്ന
സിസ്റ്റങ്ങൾ ഇവിടെയുണ്ട്, ലോകസ്നേഹം ഇവിടെയുണ്ട്. ഇന്ന് പകൽ അതൊന്നും എൻ്റെ അകത്തേക്ക് കയറാതെ, എൻ്റെ അകത്തുള്ളതൊന്നും വിലപ്പെട്ടതൊന്നും ഇറങ്ങിപ്പോകാതെ ഇന്ന് പകൽ എൻ്റെ വാതിലുകളെ, ഓടാമ്പലുകളെ ഉറപ്പിച്ച്, എൻ്റെ കുടുംബത്തിന്റെ വാതിലുകളെ ഉറപ്പിച്ച്, എൻ്റെ സഭയുടെ വാതിലിനെ ഉറപ്പിച്ച് ഇതിന്റെ അകത്ത് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹോ റാ ബാബാ ബാബാ ഇന്ന് പോലെ ആ സാന്നിധ്യം എന്നിൽ നിറയട്ടെ, ആ സമാധാനം എന്നിൽ നിറയട്ടെ, ആ സന്തോഷം എന്നിൽ നിറയട്ടെ, ആ അധികാരം എന്നിൽ നിറയട്ടെ, ആ നാമം എന്നിൽ വെളിപ്പെടട്ടെ, ആ വചനം എന്നിൽ വെളിപ്പെടട്ടെ, ആ മഹത്വം എന്നിൽ വെളിപ്പെടട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ മില്ല ഭാഗ്യം ഉണ്ടു. ഓ ലോകമേതും അല്ലെനിക്കതാ ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകി നീ തരും പേരെനിക്കെന്തിനാ. നാഥന് മുൾമുടി നൽകിയ നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ യേശുവിൽ ചാരി ഞാൻ ഒന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ ചാരി ഞാൻ കുരിശിൻ. ഒരടി കൂടെ ഒന്ന് പാടാം. ആ സമയത്ത് കരം ഒന്ന് ഉയർത്തെ. എന്നെ നേടുന്ന സന്തോഷം നിന്നകൾ എന്നെ നേടുന്ന ചുമാരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചു പോകയിൽ ക്ഷീണമെന്നറി ഇല്ല. ഞാൻ ധ്യാനിച്ചും മാനിച്ചു ക്ഷീണമ. ഒരിക്കൽ കൂടെ. എന്നെ നേടുന്ന ദോഷം ഓർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടുന്ന സന്തോഷം ഓർത്തതാ നിന്നകൾ സഹിച്ചു മരിച്ച. ആമേ. ധ്യാനിച്ച് മാനിച്ച് സേവിച്ചു പോകയിൽ ക്ഷീണമെന്തെന്ന ഇല്ല. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ കർത്താവേ, ഈ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കാൻ ലോകത്തിൻ്റെ സിസ്റ്റം, ലോകത്തിൻ്റെ ശൈലികൾ, ലോകത്തിൻ്റെ പദ്ധതികൾ, അതിൽ നിന്നൊക്കെ ഇവർ സെപ്പറേറ്റഡ് ആക്കി ദൈവം ഞങ്ങളെ വേർതിരിച്ച് കർത്താവ് ഒരു അതിരിനകത്ത് ഞങ്ങളെ നിർത്തിയിരിക്കുന്നല്ലോ. അപ്പം ഹല്ലേലൂയ.
അതിനകത്ത് തന്നെ നിൽക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വാതിലുകളെ, ഓടാമ്പലുകളെ ഉറപ്പിച്ച് ഞങ്ങളുടെ അതിരിനകത്ത് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നത് പോലെ വേറെ ഒരു ജാതിക്കും കൊടുക്കാത്ത, വേറെ ആർക്കും കൊടുക്കാത്ത, എല്ലാവർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടല്ലപ്പ, ഈ ലോകത്തിന് ലഭിക്കപ്പെടാത്ത ഒരു സന്തോഷം, ഒരു സാന്നിധ്യം, ഒരു സമാധാനം, ഒരു അധികാരം, ഒരു വചനം, ഒരു നാമം, അല്ലെങ്കിൽ ഒരു മഹത്വം അനുഭവിപ്പാൻ സഭയായി, കുടുംബങ്ങളായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ അക്കാലം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.